വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പിൻട്രസ്റ്റ് വഴിയുള്ള കുറച്ച് ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാമോ, കുറച്ചും കൂടെ ആക്സസറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് കാണേണ്ട വീഡിയോ ആണല്ലോ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ ആക്സസറീസ് ഒന്നും കുറച്ചുള്ള പലരും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ആക്സസറീസ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് കണ്ടോ. ഇത് ഞാനെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലുള്ളാക്കിയിട്ട് മിക്കവാറും ഞാൻ ഇത് വരുന്ന പാക്കറ്റുകളിൽ തന്നെ ആയിരിക്കും അതിൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. കാരണം ചിലപ്പോൾ സ്റ്റോൺസ് ഒക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ നശിച്ചു പോകാനും പിന്നെ മറ്റുള്ളവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് കിടക്കുമ്പോൾ അത് കളർ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് കവറിലാക്കി വെക്കും. അത് നമുക്ക് കാണാം. ഫസ്റ്റിൽ ഒരു ക്യൂട്ടായിട്ടുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബ്യൂട്ടിഫുൾ ഇയറിംഗ് ആണ്. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ആണ്. ഇപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇട്ട് വെച്ചത്. ഇതാണ് കമൽ. ക്യൂട്ടായിട്ടില്ലേ? കാണാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഷോർട്സിൽ കാണിച്ചിട്ടുള്ള ഒരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ചെയിൻ ആണ്. ഇതാണ് നെക്ക് ചെയിൻ. സിംഗിൾ ലെയറിൽ വരുന്ന കുഞ്ഞു ക്യൂട്ട് മാലയാണ്. ഇതെനിക്ക് സിമ്പിൾ ആയിട്ട് ഇടുന്നത്, ഒറ്റയ്ക്ക് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പെയർ ചെയ്തും ലെയറായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇടാം. പക്ഷേ എനിക്കിത് സിമ്പിളായിട്ട് ഇട്ടതാണ് എനിക്കിന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്കെല്ലാം ഓരോ ചോയ്സ് ഉണ്ടല്ലോ. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് സിമ്പിളായിട്ട് ഇടുന്നതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറേ ലവിൻ്റെ പ്ലേറ്റ്സ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു മാല. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെനിക്ക് സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ഇടും. നമ്മുടെ കഴുത്തിലുള്ള ഇൻവിസിബിൾ ചെയിൻ ഇല്ലേ, അതുപോലത്തെ ചെയിൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ഹെവി ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാലയൊക്കെ പെയർ ചെയ്യേണ്ടതെന്ന് തോന്നുമ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കൂടെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ഒരു നെക്ക് ചെയിനാണത്. നെക്സ്റ്റ് ഒരു മോതിരത്തിൻ്റെ സെറ്റാണ്. ഇത് നേരത്തെ പറഞ്ഞാൽ ഞാൻ ഒരു സെപ്പറേറ്റ് കവറിലാക്കി വെച്ചിരിക്കുകയാണ്. അത് കുറച്ചധികം റിങ്സ് ഉണ്ട്. ഞാനപ്പോൾ ഓരോന്നിടത്ത് കാണിച്ചു തരാം. ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിങ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് വൺ ഇത്. ഫസ്റ്റ് വൺ ഇതാണ്. ഫസ്റ്റ് വൺ ഇത്. സെക്കൻഡ് വൺ ഇത്. ഒരു എമറാൾഡ് ഗ്രീനും ഒരു ഗ്രേ കളറും കൂടെ വരുന്ന ഒരു അഡ്ജസ്റ്റബിൾ. ഇത് നമുക്ക് ഈ ചെറിയ ഫിംഗർ വേണമെങ്കിൽ കുറച്ചും കൂടെ സ്യൂട്ടായിരിക്കും. ഇതൊരു ഡബിൾ ലെയർ പോലെ വരുന്ന ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു. നെക്സ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെപ്പറേറ്റ് സ്റ്റോൺ പോലെ എന്നൊക്കെ നമുക്ക് തോന്നും. അതുപോലെ ബ്ലൂവും ഗ്രേയും കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എന്നാൽ ക്യൂട്ടായിട്ടുള്ളൊരു. കാണിച്ചപ്പോൾ മോതിരങ്ങളെല്ലാം ഒരു ഇതായിട്ട് കാണിച്ചു, അങ്ങനെ ഉള്ളൂ. ഇത് ഞാൻ പലതും പലയിടത്തുനിന്നായിട്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങിയതുകൊണ്ട്, പിന്നെ ഇത് കോംബോ ആയിട്ട് സെറ്റായിട്ട് വാങ്ങിയതുകൊണ്ട്. ഇതും ഒരു കോംബോ ആയിരുന്നു, പെയറിൽ വാങ്ങിയതാണ്. അതായത് ഈ രണ്ട് റിങ്ങിന് പെയറിൽ വാങ്ങിയതാണ്, കോംബോ പെയറിൽ വാങ്ങിയതാണ്. ബാക്കി ഇത് സെപ്പറേറ്റ് വാങ്ങിയതാണ്. അങ്ങനെ റിങ് കാണിച്ചപ്പോൾ എല്ലാം ഒന്നിച്ചും കാണിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ ഷോർട്സ് കാണിച്ചത് തന്നെ ഈ മാലയാണ്. ഇതൊരു 3 ലെയർ വരുന്ന ഒരു മൾട്ടി ലെയർ നെക്ക് ചെയിൻ ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനായിട്ട് ഒരു ഹെവി ഐറ്റമാണ്. ചങ്കി മാലകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. നമുക്കിപ്പോൾ സിമ്പിൾ ഡ്രസ്സ് ഇട്ട് നമുക്ക് നമ്മളുടെ ജ്വൽസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയൊരു മാലയാണിത്. ഇത് 3 ലെയറിലാണ് വരുന്നത്. ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമുക്കൊരു ചങ്കി ആയിട്ടുള്ളൊരു ലെയറാണ്. ഇതാണ് ചങ്കി ലെയറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു വൈറ്റ് പേളിൻ്റെ ഒരെണ്ണമാണ്. പിന്നത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരിയമാലയില്ലേ, ഗോൾഡിൻ്റെ പിരിയമാല, അതിൻ്റെ ഒരു മോഡലാണ്. അങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ക്യൂട്ടായിരുന്നു, സൂപ്പറാണ്. നോക്കാം ഈ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഇത് സൂപ്പറാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞത്തെ വീഡിയോ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നല്ലതാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ ഇത് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത്
അടുത്തൊരു ഇയറിങ്ങിൻ്റെ സെറ്റാണ്. ഇത് ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത്, നാട്ടിൽ നിന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. ഇതൊരു കമ്മലിൻ്റെ പെയർ. ഇതിൽ 1 2 3 4 5 സെറ്റ് ഓഫ് റിങ്സ് ഉണ്ട്. അത് നമുക്കിങ്ങനെ പല ഡ്രസ്സിൻ്റെ കൂടെ പല സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഒത്തിരി നാളായി. ഇത് 2-3 വർഷം കൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു സെറ്റാണ്. സിമ്പിൾ ആൻഡ് ക്യൂട്ടാ. എനിക്കൊരു വല്യൂമി എന്ന കമ്മലാണ്. ഇത് നമ്മളുടെ ഈ 1 ഗ്രാം തങ്കത്തിൽ ഇപ്പോൾ ഒരു സ്വർണ്ണം അങ്ങനെ നാട്ടിൽ പറയത്തില്ലേ, അതുപോലത്തെ ഇത് അവിടുത്തെ ഒരു തരത്തിലുള്ള ഗോൾഡാണെന്ന് മമ്മി പറയുന്നത്. മമ്മി അമേരിക്കയിലാണ്, അപ്പോൾ അവിടുത്തെ ഒരു തരത്തിലുള്ള ഗോൾഡാണെന്ന് മമ്മി പറഞ്ഞത്. കളറൊന്നും പോകത്തില്ല, ഒത്തിരി നാളെ യൂസ് ചെയ്യണം. ഇതും എൻ്റെ കല്യാണത്തിന് മുന്നേ മമ്മി വന്നപ്പോൾ എൻ്റെ മമ്മിക്ക് കൊടുത്തതാണ്. എൻ്റെ മമ്മി ഇതിലത്തില്ല, മമ്മിയുടെ കാത് വെക്കും. അപ്പം ഞാൻ ഇങ്ങനെ മമ്മി എനിക്ക് തരണം. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കാതിൽ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഐറ്റം ഇതാണ് ഞാൻ കാണിച്ച ക്ലിപ്പ്. ഇതിൽ ഓൾറെഡി 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്കും ഒരു പീച്ചിഷ് ബ്രൗണും കൂടെ വരുന്ന വരണം. ക്യൂട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു 6 വരുന്ന സെറ്റായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങി. ഇതെന്ന് പറയുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലോ ക്ലിപ്പാണ്. ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് നിർത്തിച്ചു കണ്ടിച്ച് നോക്കി ക്യൂട്ടായിട്ടില്ല. ഇത് കണ്ടപ്പോൾ ഇച്ചിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെച്ചാൽ ഇതെടുത്ത് പറഞ്ഞു. അങ്ങനെ ഇതിന് നിർബന്ധത്തിൽ എനിക്ക് മേടിച്ചത്, ഞാൻ മേടിച്ചു എനിക്ക് മേടിച്ചത്. ഇതൊരു കമ്പിയാണ്, അത് പൊട്ടിപ്പോകുന്നു. സൗണ്ട് കേൾക്കാൻ വിശ്വസിക്കുന്നു. പൊട്ടിപ്പോകും എന്നൊന്നും നമ്മൾ പേടിക്കണ്ട. പക്ഷെ നേരത്തെ കാണിച്ച ഈ ക്ലിപ്പുകളിൽ ഇതൊക്കെ ഒരു ആളുങ്ക, ഇതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇത് സൂപ്പർ. നല്ല മുടിയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ബാക്കിലേക്കൊക്കെ ഇത് മാത്രം ഇങ്ങനെ കുത്തി വെച്ചാൽ സൂപ്പറായിരിക്കും കാണാൻ. പക്ഷെ എനിക്ക് മുടി കുറവാണ്, അതുകൊണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ച് നമ്മുടെ വാച്ചിൽ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാംഗിൾസ് കാണിച്ചത്. ഇപ്പം ഇതാണല്ലോ ട്രെൻഡ്, ഇപ്പം എല്ലാവരും കയ്യിലുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചത്. ഈ വാച്ചിൻ്റെ കൂടെ ചെയ്തില്ല കേട്ടോ. പക്ഷേ ഇത് സിമ്പിളായിട്ട് വരുന്ന ഒരു ബാങ്കിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനൊരു റൗണ്ട് പോലെ വന്നിട്ട് കുറച്ച് വരകൾ മാത്രം. നെക്സ്റ്റ് ഒരു ലൗണ്ട്, അടുത്തതൊരു ലൗണ്ടാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അടുത്തത് ഇങ്ങനത്തെ ആണ്. അത് ലവ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചെയിൻ ബാംഗിൾ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വലിയ കട്ടിയൊന്നുമില്ല, പെട്ടെന്ന് വേണേൽ വളർന്ന് ഇത് വരുവായിട്ട് ഇട്ടിട്ടത് ഒരു വരുവായി വലിയ രസമില്ല. പിന്നെ നമ്മുടെ ചുമ്മാ ഒരു പിരിയിരിക്കുന്ന ഒരു മോഡൽ. എല്ലാം അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഏത് സൈസുള്ളവർക്ക് ഇടാൻ പറ്റും. ഇത് സിമ്പിൾസ് മാത്രമായിട്ട് എനിക്ക് ഇതിനോട് ചേർന്നല്ലേ. സിമ്പിൾ ആൻഡ് സിമ്പിൾ എന്നപ്പോൾ ഹമ്പിൾ ആയല്ലേ. പിന്നെ ഇങ്ങനെ ഫ്ലവർ വരുന്നത്, ഫ്ലവർ കൊണ്ടുപോകുന്നത്. ഇതിന് ഞാൻ ഒറ്റയ്ക്കിടാനായിരുന്നു നല്ല കേട്ടോ. പിന്നെ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതാണ് 2 ഡക്കൊക്കെ വരുന്നത്. ഇങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊരു 2 ഇയർ ആവും. ഇത് വാങ്ങിയിട്ട് ഞാൻ 2 ഇയർ ആവുന്നു. പക്ഷേ ഒരു കളറൊന്നും പോയിട്ടില്ല, നല്ല ഭംഗിയായിട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ പുറമെ ഓക്കെ, അകത്ത് ഇത് കളർ ഇങ്ങനെ മഞ്ഞ വരുന്നുണ്ട്. പുറമെ ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ ലവ് നീളമാണ് വലിയ കട്ടിയൊക്കെ ഇട്ടിട്ടൊക്കെ ഒരു വരുവായി. പക്ഷെ ബാക്കിയൊക്കെ ഇഷ്ടമാണ്. ഇത് പല ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഇതൊരു സിൽവർ കളറിൽ 4 പോളൊക്കെ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് ഇട്ട വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അല്ല ഇവിടെ ഇട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.